ഹലോ ഫ്രണ്ട്സ്, ടെക് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് സൈക്കിളിൻ്റെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ സൈക്കിൾ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിളിനെ കുറിച്ചാണ്. ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിള് റോക്ക് റൈഡർ 520 എന്ന് പറഞ്ഞ സൈക്കിളാണ്. അതായത് ബിറ്റ്വീൻ്റെ സൈക്കിളാണ്. ഇതിപ്പോൾ ഡെക്കാത്ലോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ഒരു 26,000 രൂപ നമുക്ക് സൈക്കിളിന് വില വരുന്നുണ്ട്. പിന്നെ സൈക്കിളിന് മൊത്തം ഗിയർ 24 ഗിയർ വരുന്നുണ്ട്. ഫ്രണ്ട് 3ഉം ബാക്ക് 8ഉം വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. 13 kg ആണ്ടാണ് എന്നോട് പറഞ്ഞത്. 13 kg വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ആക്സസറീസ് വേറെ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൻഡ് സെപ്പറേറ്റ് ആണ്. പിന്നെ വാട്ടർ ബോട്ടിൽ വയ്ക്കണതിൻ്റെ ഇതും വാട്ടർ ബോട്ടിൽ അടക്കം അതും സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം സൈക്കിള്. പിന്നെ ഈ ഒരു റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സൈക്കിൾ തന്നെയാണ്. പിന്നെ നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും, അതായത് ഇന്ത്യയിൽ തന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇതിൻ്റെ സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് തിരഞ്ഞെടുത്തത്. അപ്പോൾ അടുത്തത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഇതുണ്ട്. അതായത് ബാക്കിൽ ചേഞ്ച് ചെയ്യുന്നു, ഫ്രണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ ബാക്ക് ചെയ്യുന്നതിൽ 1-ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും, 8-ലിട്ട ഭയങ്കര ലൂസാവും. അതേപോലെ തന്നെ ഇവിടെ 1-ലിട്ട ഭയങ്കര ലൂസാവും, 3-ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. അതായത് ഇവിടെ ഏറ്റവും വലിയ കട്ടയിലേക്ക് ഇടുന്നതും ഇത് ഏറ്റവും ചെറുതിലേക്ക് ഇടുന്നതും, ഇവിടെ 8 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കട്ടയിലേക്ക് ഇടുന്നതും, 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കട്ടയിലേക്ക് ഇടുന്നതും. ഇവിടെ ഇത് ഏറ്റവും വലിയതിലേക്ക് കയറുന്നതോറും ഏറ്റവും വലിയ കട്ടയിൽ കയറുന്നതോറും ലൂസായി വരും. ഇവിടെ ഏറ്റവും വലിയ കട്ടയിലേക്ക് കയറുന്നതോറും ടൈറ്റായി വരും. അത്രയാണ് ഇതിൻ്റെ ഇതുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 കട്ട, അതായത് 3 എണ്ണം ചക്രം ചെറിയ ഇതിൽ നമുക്ക് ഇവിടെ സിംഗിൾ 1-മത്തേലിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ 3 എണ്ണം നമുക്ക് 2-മത്തേലിടാം. ബാക്കിയുള്ള 2 എണ്ണം 3-ലിട്ട് ഓടിക്കണം. അതായത് ചങ്ങലയുടെ അളവ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് അത് ടൈറ്റായി കൊണ്ടുവരും. അപ്പോൾ ടൈറ്റായി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇത് രണ്ടും വലിയതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങല ടൈറ്റായി പൊട്ടാനോ അല്ലെങ്കിൽ ഗിയറിന് കംപ്ലൈൻറ്റ് വരാനോ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പിള്ളേർക്കൊക്കെ സൈക്കിൾ മേടിച്ച് കൊടുക്കുമ്പോൾ കൂടുതലായും ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് ഓടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. 1-മത്തെ ഗിയറിൽ ഇവിടെ 1, 2, 3 എണ്ണട്ട് ഓടിക്കണം. 2-മത്തേലേക്ക് മാറ്റുമ്പോൾ 3 കഴിഞ്ഞ് 4, 5, 6 ഈ 3 എണ്ണത്തിലിട്ട് ഓടിക്കുക. ഇവിടെ 3-ലേക്ക് ടോപ്പിലേക്ക് ഇടുമ്പോൾ ഇവിടെ ബാക്കിയുള്ള 7ഉം 8ഉം യൂസ് ചെയ്ത് ഓടിക്കുക. അപ്പോൾ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണതിൻ്റെ ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബാക്ക് ഗിയർ വെച്ച്, അതായത് കട്ടകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ ഇവിടെ ഫസ്റ്റത്തെ ഈ 3 എണ്ണം ഇട്ടിൽ ഓടിക്കുമ്പോൾ ഇവിടെ ടോപ്പിലായിരിക്കണം, ഇവിടെ ഏറ്റവും മേലത്തെ ഏറ്റവും വലിയ ചക്രത്തിലായിരിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സെൻറ്ററിലെ 3 എണ്ണത്തിൽ ബാക്കി 3 എണ്ണത്തിൽ ഓടിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള കട്ടയിലായിരിക്കണം. ഇനി ടോപ്പിലെ 2 എണ്ണത്തിൽ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ലൂസായി ഏറ്റവും ചെറിയ കട്ടയിലായിരിക്കണം ഇതിൻ്റെ ഡ്രൈവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ
പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയി നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.